ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ പ്രിമിയ മറിയ. ഞങ്ങൾ ഇന്ന് മോളുടെ ഹാഫ് ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. ബലൂണൊക്കെ ഒന്ന് ഊതണം. അപ്പം അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വരും. ഈ വീഡിയോ ഞാൻ തലേന്ന് രാത്രി എടുത്ത് വെച്ചതാണ്. കാരണം 10-60 ബലൂൺ ഊതി സെറ്റ് ചെയ്യണം. അപ്പം രാവിലെ തന്നെ ചെയ്യാനിരുന്നാൽ അത് മുന്തത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തലേന്ന് തന്നെ ഞാൻ ചെയ്യാമെന്ന് കരുതിയിട്ട് അന്ന് രാത്രി റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ ബലൂണ് ഫ്ലവറിൻ്റെ ഡിസൈൻ വെക്കാനാണ് എൻ്റെ തീരുമാനിച്ചത്. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടൈം വേണ്ടി വരും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് തരാൻ. കാരണം മുന്നേ ചെയ്ത എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ യൂട്യൂബിൽ തന്നെ 1-2 വീഡിയോ റെഫറൻസ് നോക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു തീമിനകത്തോട്ട് എത്തിയത്. പിന്നെ വീട്ടിൽ ആരുടെയിലൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ ഞങ്ങൾ തന്നെ ജസ്റ്റ് സെറ്റ് ചെയ്യുന്നു, ബലൂണൊക്കെ കൂതി സെറ്റ് ചെയ്യുന്നല്ലാതെ ഇങ്ങനെ മോഡൽ വെച്ചൊന്നും എക്സ്പീരിയൻസ് ഇല്ല. ഞങ്ങളൊരു കളർഫുൾ തീം ചെയ്യാനാണ് കേട്ടോ ഉദ്ദേശിച്ചത്. കുറച്ച് ബലൂൺ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഈ വൈറ്റും മെറൂണും പിങ്കും ബലൂൺ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഞങ്ങൾ ഇതിന് മുന്നേയൊക്കെ പർച്ചേസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ബലൂൺസ് ആണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ബാനർ മേടിച്ചപ്പം അതിനകത്ത് ഒരു 25 ബലൂൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു കളറിൽ മിനിമം 5 ബലൂണെങ്കിലും വേണമായിരുന്നു കേട്ടോ ആ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. നടുക്ക് ഒരു വൈറ്റ്, അങ്ങനെ ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. നോക്കിയപ്പം ആ ബാനറിൻ്റെ കൂടെ കിട്ടിയ ബലൂൺസിനകത്ത് 4 എണ്ണം വെച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഒരെണ്ണം. അതുകൊണ്ട് പിന്നെ എല്ലാം 4 കളർ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. 4 ഫ്ലവർ വെച്ചിട്ട് നടുക്കൊരു വൈറ്റ് ബലൂണും. എന്താ ഈ വീഡിയോ കാണുന്ന കണക്കാണ് കേട്ടോ ഞാൻ വൈറ്റ് ബലൂൺ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അതൊന്ന് ഉരുണ്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് ആ 4 ബലൂണിൻ്റെ നടുക്കോട്ട് വെച്ചിട്ട് ആ ബാക്കി വന്ന ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ ആ വൈറ്റ് ബലൂണിൻ്റെ, അത് റെഡ് ബലൂണായിട്ട് ട്വിസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. 2 ബലൂൺ ഉള്ളിൽ എടുത്ത് വെച്ച് അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചാൽ നല്ല പൂ പോലെ ഇരിക്കും കേട്ടോ. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പാടുള്ള കാര്യമൊന്നുമില്ല. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തൊക്കെ വെക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പിന്നെ ബലൂണ് കുറച്ച് ഇലാസ്റ്റിസിറ്റി കൂടിയ ബലൂൺ ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഇത്രയും ബലൂൺ ഇന്നലെ രാത്രി ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാണ്, അതായത് ഊതി വീർപ്പിച്ച് ടാഗ് ചെയ്ത് വെച്ചു. വൈറ്റ് ബലൂൺ മാത്രം, നടുക്ക് വയ്ക്കാണ്ട് വൈറ്റ് ബലൂൺ മാത്രം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അത് മോർണിംഗ് ആകുമ്പോൾ ചെയ്യാവുന്നതാണ് കേട്ടോ കരുതിയത്. ആ കാണുന്നില്ലേ യെല്ലോ ബലൂൺസ്, അത് 3 കളറാണ് കേട്ടോ. ഒന്ന് കറക്റ്റ് യെല്ലോയും, ഒന്ന് ചന്ദന കളറും, ഒന്ന് ഗോൾഡ് കളറുമാണ്. ക്യാമറയിൽ കാണുമ്പോൾ 3 ഒരേപോലെ ഉണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഒരു ബലൂണ് മാത്രം പൂർണ്ണമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എല്ലാം സെറ്റ് ചെയ്ത പൂ പോലെ ആക്കിയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങൾ ബലൂൺ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് പൂ മോഡലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളതെല്ലാം. ഇനി ഞങ്ങൾക്ക് താണ്ട് ഈ വൈറ്റ് ഷീറ്റ് ഒന്ന് ഈ വിൻഡോനകത്ത് ഇട്ട് കവർ ചെയ്യണം. ഇനി അതും കൂടെ ഒന്ന് ചെയ്യുവാണ് ഞങ്ങൾ. A few moments later. One eternity later. വിശ്വാസം അപ്പം അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി വേണ്ട
ഇവിടെയാ അഭി ഇത്രയും മേളില് വെക്കാതെ ഇത്തിരി താഴെ ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു അത് ഇത്തിരി ഇവിടെ മാത്രം സ്റ്റെപ്ലർ കുത്തിയാൽ മതി. ഇവിടെ ഇങ്ങനെ കിടക്കും, ഭംഗിയുണ്ട് അങ്ങനെ കാണാൻ. ഇങ്ങനെ ഇട്ടിരിക്കാം. ഇതൊക്കെയാണോ? പക്ഷേ ഈ തുണി ഇരിക്കുന്നുണ്ടോ? അതാ ഞാൻ നോക്കുന്നത്. സൂചി ഇങ്ങോട്ട് വരുന്ന രീതിയിൽ അങ്ങനെ ചെയ്യും. ഞങ്ങൾ ഇനി ലൈറ്റ് ഇടാൻ പോവുകയാണേ. ഇപ്പം കുറച്ച് ഞങ്ങൾ ഇന്നലെ സെറ്റ് ചെയ്ത് 1.5 മണിക്കൂറോളം ഞങ്ങൾ റെസ്റ്റിലായിരുന്നു കേട്ടോ. അതൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പം ആ സിനിമ പാതിയിൽ നിർത്തി വെച്ചിട്ട് വന്നിരിക്കുകയാണ് ബാക്കി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതാണ്ട് ലൈറ്റൊക്കെ ഉണ്ട്. ലൈറ്റ് ഇനി ഇതിൻ്റെ ഇടയിൽ സെറ്റ് ചെയ്യണം. അത് കാണാം. വേറെ ഒന്ന് വേണോ? എന്തോ ഞാനിനി ബെഡ്റൂം സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണേ. ഡബിൾ സൈഡ് ടേപ്പ് ഇട്ടാണ് ഒട്ടിക്കുന്നത്. അടുത്തത്
ഓക്കെ അല്ലേ? ഇവിടെ 3 ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് 3 ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി സൈഡെല്ലാം ഒട്ടിക്കുക. ലാസ്റ്റ് ലുക്ക് കാണിച്ചു തരാം. ഇറ്റ്സ് മൈ ഹാഫ് ബർത്ത്ഡേ എന്ന ബാനറാണ് കേട്ടോ ഞങ്ങൾ ഇടുന്നത്. ഇനി അത് ടാഗിനകത്ത് കയറ്റി വേണം. ഞങ്ങൾ കരുതി ഇറ്റ്സ് ഒന്നിച്ച് വെച്ചിട്ട് ഹാഫ് ഒറ്റയ്ക്ക് വെക്കാന്ന്. കാരണം ഹാഫ് അല്ലെങ്കിൽ ഒരു അറ്റത്ത് മാത്രം കിടക്കുവാണെങ്കിൽ അവരുടെ കണ്ണിൽ പെടാതെ പോകും. ഇതാകുമ്പോൾ എല്ലാവരുടെയും കണ്ണിൽ പെടും ഹാഫാണെന്നുള്ളത്. പിന്നെ ഹാഫ് ഇതിന് ശേഷം ആവശ്യമില്ലല്ലോ. ബാക്കിയൊക്കെ ആണെങ്കിൽ പിന്നെ വേറെ ആരുടെയും ബർത്ത്ഡേ വരുമ്പോൾ യൂസ് ആവും. ഹാഫ് പിന്നെ എങ്ങനെ യൂസ് ആവാനാ? ഇതുപോലെ ഇട്ടിട്ട് കയറ്റുവാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. കയറ്റാൻ ഈസിയായിട്ട് കാര്യം തീരും. പിന്നെ ഇത് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതുപോലെ തന്നെ മടക്കി ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഞങ്ങളുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടോ. ഇതായിരുന്നേ ഫുള്ളിത്. റൂമിന് കുറച്ച് സ്പേസ് കുറവായിരുന്നു, ഒരു ഫ്രെയിമിൽ കിട്ടുന്നില്ല. ഇനി ഞങ്ങൾക്ക് ഈ ബെഡൊക്കെ മാറ്റണം, ഇവിടെ നിന്ന് തൂത്തൊക്കെ ഇടണം. എന്നിട്ട് ബാക്കി ലുക്കും കൂടെ കാണിക്കാം. എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷമുള്ള ഫൈനൽ ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നതും കേക്കൊന്നും ഈ വീഡിയോനകത്ത് ഉൾപ്പെടുത്തുന്നില്ല, അത് വേറൊരു വ്ളോഗായിട്ട് ഇടാന്ന് കരുതി കേട്ടോ. ഇതിനകത്ത് ജസ്റ്റ് ഡെക്കറേഷൻ വീഡിയോസ് മാത്രമാണ് കേട്ടോ ഞങ്ങൾ കാണിച്ചിരിക്കുന്നത്.